സ്വാമിയുടെ സമ്മതപ്രകാരം പഞ്ചദുർഗയായി ഞങ്ങൾ നിലവാർപ്പിച്ച് ഗോത്രം 36 തന്ത്രന്മാരോട് വിശേഷിച്ച് 12 തന്ത്രന്മാരോട് പിൻകുമ്പെടുത്ത് മുൻകുമ്പെടുത്ത് വിശേഷിച്ചിട്ട് 60 തന്ത്രിയൊന്നും കൽപ്പന തന്ത്രിയൊന്നു എടമണം തന്ത്രിയൊന്നു അടമണം തന്ത്രിയൊന്നു താൽക്കാട് തന്ത്രിയൊന്നു അരികാട് തന്ത്രിയൊന്നു കാവിരി തന്ത്രിയൊന്നു മുട്ടിർത്ത തന്ത്രിയൊന്നു അതേ പ്രകാരം കുണ്ടാർ തന്ത്രിയൊന്നു അതേ പ്രകാരം ഉണ്ടാർ തന്ത്രിയൊന്നു അടുക്കത്ത തന്ത്രിയൊന്നു ബഹടജയ തന്ത്രിയൊന്നു പല പല തന്ത്രിമാരോട് തന്ത്രം കൊണ്ട് മന്ത്രം കൊണ്ട് കർമ്മം കൊണ്ട് ന്യായം കൊണ്ട് ജ്ഞാനം കൊണ്ട് ഞങ്ങൾക്ക് ദൈവബ്രഹ്മാണം ചൊല്ലി 5 സ്വത്ര സന്ധി നമസ്കാരം അധികരിച്ച് ചൊല്ലി ഭൂലോകവാസികൾക്ക് ദേവലോകവാസികൾ ചൗക്കത്തിരിക്കൊണ്ടേ 60 തന്ത്രി ഞങ്ങൾ വരച്ചിരിക്കുന്ന പണമ്പത്തിനും ചൂടിക്കുന്ന പുഷ്പത്തിനും അതേപോലെ നുള്ളി കൊടുക്കുന്നു പിന്നെ നുള്ള കുറിക്കും അടിയ അന്തരം മർത്താതെ കൊണ്ട് നടത്തോണം എൻ്റെ 60 തന്ത്രി അതേ പ്രകാരം ഒള്ളരേ ഇല്ലേ ഒള്ളരില്ലേ ബാസിലേറെ നൂറിട്ട് ബ്രഹ്മസഭ എല്ലാവരോടും അതേ പ്രകാരമാണെങ്കിൽ എൻ്റെ സ്വാമിൻ്റെ കാലത്ത് നോട്ടക്കാർ എല്ലാവരോടും ഉണ്ടല്ലേ നോട്ടക്കാരുണ്ടല്ലേ അതേ പ്രകാരം മാഗണക്കാരെല്ലാവരോടും അങ്ങനെ മുട്ടത്ത മൂന്നാട്ടുണ്ടാവണം അതേ പ്രകാരമായെങ്കിലും ഗട്ടി സമുദായക്കാരുണ്ടല്ലേ അതേ പ്രകാരമായെങ്കിലും എട്ടിലക്കാർ ഉണ്ടല്ലേ എട്ടിലക്കാർ 10 ഭേദാപതി സ്വാമിക്കും ഞങ്ങൾക്കുള്ള പ്രകാരം എട്ടിലത്തിന് ഒരു ബന്ധമുണ്ട് ആ കാലത്ത് ഈ കാലത്തോറും അല്ലേ എന്നത്തെ കാലം അവർ ഉണ്ടാവും അത് പ്രകാരമായെങ്കിലും മൊഗ സമാജക്കാർ ഉണ്ടല്ലേ അത് പ്രകാരമായെങ്കിലും ബുദ്ധിയുള്ളവരുണ്ടാവും ബുദ്ധിക്കാരുണ്ടാ ഉണ്ടല്ലേ ഇന്ന് കണ്ട് കേൾപ്പിക്കുന്ന എല്ലാവരും മൊത്തത്തിൽ ഉണ്ടായിട്ട് ഞങ്ങൾ സ്വാമിന്റെ കാലത്ത് ധനസംഗ്രഹമാക്കി സ്വാമിന്റെ ബ്രഹ്മകൽസം ചെയ്യണമെന്ന് എല്ലാവരും ഒത്ത രാശിക്കുണ്ടായിട്ട് നാടോറുണ്ടായിട്ട് ലോകറുണ്ടായിട്ട് സമയത്തിന് തക്കപ്പെടണോ ഇപ്പം നിന്ന് കാര്യം ഭംഗ്യമാണെന്ന് കഴിച്ചു കൂട്ടി അല്ലേ ഊരാൻ അതേ പ്രകാരം എല്ലാവരും കണ്ടു കേൾപ്പിക്കുന്ന ഒരു പതിവ് അതേ പ്രകാരം ആ കാലത്ത് പരശുരാമ സൃഷ്ടിനും ബ്രഹ്മസൃഷ്ടിക്ക് വന്ന് ഞങ്ങളല്ലേ അതേ പ്രകാരം ഭൂലോകത്തിൽ നിലവർപ്പിച്ച് ഞങ്ങൾ അതേ പ്രകാരം സ്വാമി നിലവർപ്പിച്ച് അതിനുശേഷം ഞങ്ങൾ നിലവർപ്പിച്ച് സ്വാമിന്റെ സമ്മതപ്രകാരം അല്ലേ അതേ പ്രകാരം സ്വാമിയുടെ എതിർഭാഗത്ത് പഞ്ചദുർഗയായിട്ട് നിലവർപ്പിച്ച് ആ കാലത്ത് എന്താണ് സ്വാമിന്റെ ഗുണ്ടം പുതുക്കി അല്ലേ അത് പ്രകാരം നല്ല നാളം കുടുങ്ങണ്ട് പള്ളിയറ പുതുക്കി അതിനുശേഷം ബ്രഹ്മകൽസം ചെയ്ത് അതേ പ്രകാരം സമയത്തിനായെങ്കിൽ 12 കൊല്ലം കഴിഞ്ഞ് ഒരു വെള്ളവട്ടം കഴിഞ്ഞ് സ്വാമിന്റെ പുതുക്കിട്ടല്ലേ അതേ പ്രകാരം എല്ലാം രാശിക്കുണ്ടായിട്ട് എല്ലാം പുതുക്കണമെന്ന് നിങ്ങൾ മതിപ്പിടി നേടി എൻ്റെ അല്ലേ സ്വാമിന്റെ തളക്കാരെല്ലാം മതിപ്പിടി നേടി അത് പ്രകാരം ആ കാലത്ത് ഓരോ സമുദായക്കാർ ഏറ്റെടുത്തിട്ടുണ്ടായി ഗുഡിഗോപുരങ്ങൾ ചെയ്തു അതേ പ്രകാരം ഈ കാലത്തും അതേ പ്രകാരം ചെയ്തിട്ടുണ്ട് എല്ലോ സമുദായക്കാർ അല്ലേ അതേ പ്രകാരം സ്വാമിന്റെ കാലത്ത് എതിർഭാഗത്തായിട്ട് ഞാൻ നിളപ്പിച്ചിട്ടുണ്ട് ആ കാലത്ത് നിന്ന് ഈ കാലം വരും എങ്കിലും സ്വാമിന്റെ കാലത്ത് നിന്ന് അതേ പ്രകാരം ചെല്ലുമ്പോൾ പ്രകാരം മുന്നോട്ട് നീങ്ങിട്ട് പുതുക്കണമെന്ന് തീരുമാനിച്ചു അതേ പ്രകാരം തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ അതേ പ്രകാരം ഈ കാലഘട്ടത്തിൽ ധനം സംഗ്രഹമാക്കി എന്നെ മൂന്നോത്തും സമയത്തിനായെങ്കോ നല്ല നാളെ കുറിങ്ങണ്ട് സമയത്തിനായെങ്കോ നാളെ ഗുടി നിർമ്മാണമാക്കൊണ്ട് നല്ല നാളെ കൂടിയുണ്ട് ശില്പാധാര പ്രകാരം വിശ്വകർമ്മന്റെ ആധാര പ്രകാരം നല്ല നാളെ കൂറുന്നുണ്ട് ഓർക്ക് ഏൽപ്പിച്ച് രണ്ടാളത്ത് സമയത്തിനായെങ്കോ ഗുഡിയാങ്ക് നിർമ്മാണം ചെയ്ത് സമയത്തിന് അതേ പ്രകാരമായെങ്കോ നല്ല നാളെ കൂറിയുണ്ട് ഇന്നത്തെ ദിവസം തന്റെ കാലത്തായെങ്കിൽ അതിനെ പെട്ടിക്കൊടുക്കുന്ന ഒരു പതിവ് അല്ലേ അതേ പ്രകാരമായെങ്കോ വിശ്വകർമ്മനും ശില്പാധാരം പ്രകാരം രണ്ടാളുണ്ടായിട്ട് ഇന്നത്തെ ദിവസത്തിൽ മൂന്നാമത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് അതേ പ്രകാരം മൂന്നാമത്തെ ഉണ്ടായിട്ട് തന്ത്രി ഉണ്ടായിട്ട് സ്വാമിന്റെ കാലത്ത് എല്ലാവരും ലോകവും ഉണ്ടായിട്ട് ഇന്നത്തെ ദിവസത്തിൽ സന്ധ്യകാലത്തായെങ്കിൽ സ്വാമിന്റെ കാലത്ത് നോട്ടക്കാർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ അതേ പ്രകാരം സമയത്തിനായെങ്കോ തന്റെ കണ്ട് ബ്രഹ്മകൽസം ചെയ്യുവാനായെങ്കിൽ സ്വാമിന്റെ കാലത്ത് നോട്ടക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട് തന്ത്രിക്ക് അല്ലേ അതേ പ്രകാരം ഇന്നത്തെ ദിവസത്തിലായെങ്കോ സമയത്തിനാകും നല്ല നാളും കുറുകേണ്ട സമയത്തിനായും തന്ത്രിനെ കരം കണ്ടു ഞങ്ങള് പ്രത്യക്ഷ ചെയ്ത് അല്ലേ പ്രത്യക്ഷ ചെയ്ത് അതിന് ശേഷമായെങ്കും
തന്റെ കരം കൊണ്ട് ബ്രഹ്മകലശം ചെയ്ത് ഞാൻ കൂടി അല്ലേ വളരെ വളരെ സന്തോഷം. എങ്കിലും മൂർത്തി ചെറുതി ആയാലും കീഴ്ത്തി ബെൽത്ത് ഞങ്ങൾ ആ കാലത്ത് നിലവർപ്പിച്ചിട്ടുണ്ട്. ശക്തി ബെൽത്ത് വിചാരിച്ചിട്ട് നടന്നാലും മുന്നോക്കും നിന്നാലും ഞങ്ങൾ ആ ഭംഗിയമണ്ഡലത്തിൽ കൊണ്ടുകൂടുന്ന മായെന്നല്ല ഞങ്ങൾ സ്വാമി. ഞങ്ങൾ ഒരു കുറവും വരുത്തിയിട്ട 100 ലിറ്റർ ബ്രഹ്മസുക്കുന്ന സ്വാമിന്റെ നടത്താൻ നോട്ടക്കാർക്ക് ഒരു കുറവ് വരുത്തില്ല. എരിവ് വരുത്തല്ല ഞങ്ങൾ അല്ലേ. അതേപ്രകാരം ഈ കാലത്ത് ഞങ്ങൾ പ്രതീക്ഷ ചെയ്ത് ഇനി മുമ്പ് ഉണ്ടാവില്ല. ഞങ്ങളെ കണ്ടാവില്ല സ്വാമി 100 ലിറ്റർ ബ്രഹ്മസഭ നോട്ടക്കാർക്കുള്ളത് ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടത്തുന്നത് അല്ലേ. ആ കാലത്തിന് ഈ കാലത്ത് ഞങ്ങൾക്ക് കാലത്തവരോ ഒരു ബുദ്ധിമുട്ട് കൂടാതെ ഞങ്ങൾ കൊണ്ടു നടത്താൻ മാതാക്കന്മാർ എല്ലാ ലോകത്തെയും നിലനിർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങള് അല്ല ദേശത്തിന് യാതൊരു തറവാട്ടിൽ നിലനിർപ്പിച്ചിട്ടുണ്ട് അല്ലേ. അതേപ്രകാരം ഇന്നത്തെ ദിവസത്തെ ഭംഗിയമണ്ഡലത്തിൽ കൊച്ചു കൊണ്ടുകൂട്ടല്ലേ മൂന്നാമത്തെ അല്ലേ. വളരെ വളരെ സന്തോഷത്തിന് ഇത് പ്രകാരം ഇത് ഇന്നത്തെ ആൾക്കാർക്ക് കിട്ടാതെ ഭംഗിയമണ്ഡലത്തിൽ കഴിച്ചു കൂട്ടി 60 തന്ത്രി വളരെ സന്തോഷം. ഈ കാലത്ത് കാരണം കൊണ്ട് ആ കാലത്ത് ഞങ്ങള് നിലവൊപ്പിച്ച് സ്വാമിന്റെ സമ്മതപ്രകാരം നിലവൊപ്പിച്ച് പഞ്ചദുർഗയായിട്ട് 5 കല്ല് മുറിപ്പിച്ച് പഞ്ചദുർഗയായിട്ട് സ്വാമിന്റെ എതിർഭാഗത്ത് നിലവൊപ്പിച്ച് ആ കാലഘട്ടത്തിൽ 100 ലിറ്റർ ബ്രഹ്മസഭ ആ നോട്ടക്കാരും തന്ത്രി ഉണ്ടായിട്ട് പ്രതിഷ്ഠ ചെയ്തിന് ഞങ്ങൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ. അതേപ്രകാരമാണ് ഇന്നത്തെ ദിവസത്തിലെ തന്ത്രി പ്രതിഷ്ഠ ചെയ്ത് മത്സരം കുറച്ച് മാറ്റി അല്ലേ. വളരെ വളരെ സന്തോഷം. ഇനി മുമ്പ് അധികമായിട്ട് അടുത്ത് വെക്കുന്നുണ്ടെന്ന് നല്ല രീതിയിൽ കൊണ്ടു നടത്താനും ക്ഷേമമുണ്ടാവും. ധനത്തിന് കൊയ്ക്കണ്ട. 100 ലിറ്റർ ബ്രഹ്മസഭയോട് പറയുന്നത് ധനത്തിന് കൊയ്ക്കണ്ട. ധനം ഇന്നുണ്ടാവും നാളെ പോവും. ഒരു രോഗം വന്നാലും ധനമല്ലോ പോവും. അതേപ്രകാരം നല്ല രീതിയിൽ കൊണ്ടു നടത്ത കാലഘട്ടത്തിൽ ഒരു കുറവ് പെടുത്തക്ക വേണ്ടതിൽ ഞങ്ങൾ കൊണ്ടു നടത്തേണ്ടത് 60 തന്ത്രി ഇത്ര കണ്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ കണ്ടെന്ന് ഓർപ്പിക്കുന്നു. ആദ്യമായി അതേപോലെ തന്നെ എൻ്റെ കട്ടി സമുദായത്തോടെ എല്ലാവരോടും എൻ്റെ ബോസോടും കൊള്ളറിയില്ല എല്ലാ സമുദായത്തോടും എന്നെ കണ്ടു കേൾപ്പിച്ചില്ല ഞാനൊരു പേര് വല്ലല്ലേ എന്നെ സന്തോഷോടു ഏതാനും നിനക്ക് തക്കവണ്ണു ആ സ്വാമി സോമനാഥരായി തക്കവണ്ണു ഏതാനും കേൾക്കുമെന്ന് പടപ്പോന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ എന്നെ സ്വാമിനെ വിമാനം തക്കവണ്ണു സ്വാമിനെ കന്നിഭാഗത്ത് കോട്ട പൊളിച്ച് മേലോട്ട് കേരളമാകല ഞാൻ ഓർമ്മയുണ്ടല്ലോ എന്റെ തന്ത്രീശ്വര ഏതാനും നിനക്ക് തക്കവണ്ണു അന്ന ദിവസം ഏത് പ്രകാരം എന്നെ നാമ സോമനാഥനാ അഭിമാനത്തവണ്ണു സ്വാമി സോമനാഥ മുമ്പേനമായ പഞ്ചതുർക്കി നാമപേര് നിലർപ്പിച്ചു എന്ന് പറയുന്നകത്ത് അന്ന് കൊടുത്ത വിശ്വാസത്തിന് ആധാരമായി ഞങ്ങൾ നിലർപ്പിച്ചിട്ടുണ്ടോ അല്ലേ എന്റെ പുരാമേ എന്നെ 100 ലിറ്റർ ബ്രഹ്മസഭ തന്ത്രീശ്വരനോട് ഏതാനും അന്നത് നിന്നോളൂ ഏത് പ്രകാരം ഏത് മാനിക്കയുടെ വരാതക്കവണ്ണും തന്ത്രീശ്വരൻ അണ്ണന്മാരെ കാണുന്നത അതേ പ്രകാരം ഇതുപോലെ നടന്നോട് വന്നിട്ടുണ്ട് അല്ലേ തന്ത്രീശ്വര നല്ലോണം സന്തോഷമാണ് നിന്നെ ആ നിങ്ങൾ ആഴത്തിനും മാനിക്കയുടെ വരാതക്കവണ്ണും 100 ലിറ്റർ ബ്രഹ്മസഭം ഏതൊരു മാനിക്കയുടെ വരാതക്കവണ്ണും ഏത് കഴിഞ്ഞ കൊല്ലത്തിൽ ഉണ്ടായതിന്റെ ആ ഒരു ബ്രഹ്മകലശം കാര്യം അല്ലേ ഏതായാലും വിജയിച്ചെന്റെ സ്വാമി സോമനാഥന്റെ അഭിമാനക്കവണ്ണം പഞ്ചതുർക്കി അഭിമാനക്കവണ്ണം അതേ ഒരു ബന്ധനത്തിന്റെ ജഗത്തിൽ വന്നകത്ത് ആ മാറിനെ കൊണ്ട് അത് നീട്ടിപ്പോയി ആരെങ്കിലും ഈ കൊല്ലം ഉണ്ടാവില്ല അത് നിങ്ങൾ അതിലേക്ക് ഒരു ബൈ കാണിച്ചിട്ടുണ്ട് അല്ലേ അതിന് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഒരേ കോപ്പറിൽ ഭരിച്ചുപോയി വന്നകത്ത് മഹാമഹ എന്ന് പറഞ്ഞ ആ ദൂരാകത്ത് കൈവല്യം ഞങ്ങൾക്ക് സ്വാമി സോമനാഥനെ ആ മുമ്പേ വെച്ച് കൊടുക്കുന്നത് ഞങ്ങൾ പഞ്ചതുർക്കി നാമപേരിനെ നിലപ്പിച്ചിരിക്കുന്ന ആ നിലക്കുണ്ട് അല്ലേ ഏതാണ് നിങ്ങൾ മൂർത്താവ് വെച്ചോളി ആ മൂർത്താവ് വെച്ചിട്ട് മുന്നോട്ട് നീക്കോളി നീങ്ങുന്ന കാലഘട്ടത്തിൽ ഇന്ന ദിവസം എന്നെ മുട്ടത്തെ 3 നടന്നല്ലോ ആയിക്കോട്ടു എന്റെ സമുദായക്കാരോട് എന്റെ എല്ലാ സമുദായക്കാരോടും ആയിക്കോട്ടു അതേപോലെ എന്റെ എല്ലാവർക്കും അഭയം കൊടുത്തതിന് ശേഷം എന്റെ ഒരാളുടെ പാദങ്ങൾക്ക് ആത്മകൊടുത്തോളൂ താമസിക്കുന്നില്ല കേട്ടോ ഏതായാലും നിങ്ങൾ എല്ലാവരും ഒരേ കോപ്പൽ ഭരിച്ചോളി ഭരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും ഈയത്തിന് പറഞ്ഞ കാലഘട്ടത്തിൽ ആ ഇരുമ്പാല കൂടെ പിടിച്ച് ആദരിച്ചാന്ന് പറയുന്ന നേരെ വിശ്വാസം എടുത്തു വെക്കുന്നുണ്ട് എല്ലാവരും
അതുപോലെ നല്ലതായിട്ടുള്ള ഒരു ആശീർവാദം എല്ലാവരും കിട്ടി. അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും മുമ്പോട്ടുള്ള നിത്യനിമിത്യാദികളും അതെല്ലാം തീരുമാനിച്ചുകൊണ്ട് അമ്പലത്തിൻ്റെ ഭാരവാഹികളും അഥവാ അതിൻ്റെ കമ്മിറ്റിയും അതിൻ്റെ ചുമതലയേറ്റെടുത്ത് മുമ്പോട്ട് ആ സാന്നിധ്യത്തെ നിലനിർത്തുക. അതുപോലെ തന്നെ അതിൻ്റെ സാന്നിധ്യം വൃത്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംസ്കാരങ്ങളും ചെയ്തുകൊണ്ട് വരിക. ഉത്സവങ്ങളും അതുപോലെ തന്നെ അവിടെ അടുത്ത സ്ഥാനത്തുള്ള എല്ലാ അടുത്ത ഉത്സവം ഒരു ഭംഗിയായി നടക്കണം. അത് വേറെ ഒരു കുറവില്ലാതെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടായാൽ തന്നെ ചടങ്ങുകൾ കഴിയുന്നത് ചെയ്തുകൊണ്ട് വന്നിട്ട് ആ ഭഗവതിയുടെ കൃപാകടാക്ഷം നമ്മളെല്ലാം ഭാഗികളായി സമൂഹത്തിനും സമാജത്തിനും അതുപോലെ തന്നെ ലോകത്തിനും വന്നിട്ടുള്ള എല്ലാ മഹാമാരികളും ദൂരമായി എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യവും ആ ഭഗവതി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്